ജില്ലാ ഉപാധ്യക്ഷൻ ഹംസ പാലക്കി അവർ. കിട്ടാവുന്ന സാധനങ്ങളൊക്കെ കടകളിൽ നിറച്ചിരിക്കുന്ന ഈ ഒരു സന്ദർഭം ഞങ്ങൾ വരാൻ അല്പം വൈകിപ്പോയി. രാവിലെ മുതൽ കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് കടയിലേക്ക് തിരിച്ചു പോകണം എന്ന ഉത്തമമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അപ്പം നേതാക്കന്മാരുടെ പ്രസംഗം കുറയ്ക്കുക എന്നതാണ് അതിന് ഏറ്റവും അഭികാമ്യമായ. വളരെ ശക്തമായ രീതിയിൽ, മാതൃകാപരമായ രീതിയിൽ ഈ സംഘടന സംവിധാനത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്ന വിധത്തിലാണ് പുതിയ സംഘടനാ സംവിധാനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്ന കാര്യം ദൂരെ നിന്നും അടുത്ത് നിന്നും നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടത് നിങ്ങളെ ഭരിക്കാനല്ല, നിങ്ങളെ ഭീഷണിപ്പെടുത്താനല്ല എന്ന് കൃത്യമായി തെളിയിച്ചുകൊണ്ട് നിങ്ങളെ നയിക്കാനാണ്, നിങ്ങളെ സംരക്ഷിക്കാനാണ്. നിങ്ങൾക്കുള്ള ഏത് വിധത്തിലുള്ള ആവലാതികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പങ്കുവെക്കാൻ, അത് ഇറക്കി വെക്കാൻ, അത് ചുമട് താങ്ങിയായി ആശ്വാസം പകരുന്ന സംവിധാനമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് യൂണിറ്റിന്റെ പ്രവർത്തന ശൈലി എന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് തെളിയിക്കപ്പെടാൻ വേണ്ടി കഴിയും. 950 അംഗങ്ങളുടെ മനസ്സിൽ മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങളുടെ മനസ്സിൽ ഇന്ന് ഈ സംഘടനയെ പറ്റി നേരിട്ട് മനസ്സിലാക്കാനുള്ള സാഹചര്യമാണ് ഈ ഓണസമ്മാനം വഴി നൽകപ്പെടുന്നത്. മലയാളികളുടെ, കേരളത്തിന്റെ ഏറ്റവും വലിയ ദേശീയ ഉത്സവമാണ് തിരുവോണം. അത് ജാതിയും മതവും നോക്കാതെ, ചെറുപ്പവലിപ്പം നോക്കാതെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. ഞങ്ങളുടെ എല്ലാം ചെറുപ്പകാലത്ത് ഈ സൂചനയിലയിൽ, വാഴയിലയില് വയറ് നിറച്ച് 7-8 കൂട്ടം കറികൾ കൂട്ടി ചോറ് തരുന്ന ഒരേ ഒരു ദിവസമേ ഉള്ളൂ, അത് ഈ തിരുവോണം. ബാക്കി ദിവസങ്ങളിലൊന്നും ഇലയും ഇല്ല, വയറ് നിറച്ച് ഭക്ഷണമില്ല, കറികളുമില്ല. അന്നത്തെ സാഹചര്യമാണ്. ആ മാവേലി ആ രാജ്യം ഭരിച്ചതിന്റെ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സമാധാനത്തിന്റെയും ഓർമ്മ പുലർത്തിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. ആഘോഷിക്കുമ്പം നിങ്ങളുടെ ഒരു നേരത്തെ ആ ഓണാഘോഷത്തിന്റെ വിഭവസമൃദ്ധമായ സദ്യക്ക് മാറ്റുകൂട്ടാൻ തീർച്ചയായും ഈ ഓണസമ്മാനം കാഞ്ഞങ്ങാട് നൽകുന്നത് ഉപകരിക്കപ്പെടും. അത് കൂടുതൽ ഈ സംഘടനയോട് ചേർത്ത് പിടിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. പിന്നെ രണ്ടാമത്, ഇപ്പം നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു 9 ജില്ലകളിൽ മരിച്ചാൽ ഒരു സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി. സത്യത്തിൽ ഈ പദ്ധതി സ്വപ്നം കണ്ടതും ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയതും നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അഹമ്മദ് ഷരീഫിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ്. ചിറ്റാരിക്കലിൽ വെച്ചാണ് അതിന്റെ പ്രാഥമികമായ ഉദ്ഘാടനം നടന്നത്. ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തു. അപ്പം കാഞ്ഞങ്ങാട് പ്രസിഡന്റ് എന്നോട് ചോദിച്ചു, ഇതൊക്കെ നടപ്പാക്കാൻ കഴിയും? ഞാൻ പറഞ്ഞ എനിക്ക് സംശയം. പറഞ്ഞത് യാഥാർത്ഥ്യമായിട്ട് പറയണ്ടേ? കാരണം വലിയ ബത്തപ്പാട് പിടിച്ച ഒരു കാര്യമാണ്. 10,000 ആളുകളെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. എന്നാൽ യൂണിറ്റ് നോക്കിയാലോ എന്നോട് അഭിപ്രായം ചോദിച്ചു. ഞാൻ പറഞ്ഞു, യൂണിറ്റ് നോക്കിയാൽ ജില്ലയെക്കാട്ടിൽ എളുപ്പത്തിൽ ഇത് നടപ്പാക്കാൻ വേണ്ടി കഴിയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളറിയുന്ന നമ്മുടെ നാട്ടിലുള്ള ഒരാളാണ് ഇരിക്കുന്നത്. അപ്പം അതിനൊരു 5 റുപ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1000 റുപ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും
ആർക്കും പ്രയാസമൊന്നും ഉണ്ടാകില്ല. ഇത് രണ്ടും കൂടി ആയാൽ കാഞ്ഞങ്ങാട് വ്യാപാരികൾ രക്ഷപ്പെടും എന്ന് പറയുകയുണ്ട്. പക്ഷെ ജില്ലാ കമ്മിറ്റിയുടെ പദ്ധതിയിൽ ഇപ്പം കാര്യമായി ചേർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ പദ്ധതിയിലേ ഉള്ളൂ. അപ്പൊ ആ പദ്ധതിയിൽ കൂടി ചേർന്നാൽ അത് ഡബിൾ മരുന്നാൾ 10 ലക്ഷം കിട്ടും. അപ്പൊ അത് നന്നായി. ഏതായാലും 850ഓളം അംഗങ്ങളെ നിങ്ങൾക്ക് ചേർക്കാൻ വേണ്ടി കഴിഞ്ഞു. കൃത്യമായി അവരൊക്കെ തന്നെ അതിന്റെ പരിസംഖ്യ അടയ്ക്കുന്നുണ്ട്. 29ാമത്തെ ആൾക്കാണ് ഇപ്പോൾ വെച്ച് കൊടുത്തത്. ഇനി ഒരാൾക്ക് കൂടെ കൊടുക്കാനുണ്ട്. അതിന്റെ മഹത്വം എത്ര മാത്രമുണ്ട് എന്ന കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം നേരിട്ടറിയാം. നമ്മളിപ്പോ അത് ഞാൻ അന്ന് തീർത്തെങ്കിലും നമ്മൾ ഈ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലുള്ള 3 ആൾക്ക് 4 ആൾക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ ആൾക്ക് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യന്നൂരും ചെറുപുഴയും നമ്മള് അതിർത്തി ജില്ലയാണല്ലോ. അപ്പം അവിടെ കച്ചവടം ചെയ്യുന്നവർ പലരും ഈ ജില്ലക്കാരുണ്ട്. നമ്മൾ തൊഴിലാളികൾ കൂടി കൊടുക്കുന്നുണ്ട്. പയ്യന്നൂർ കച്ചവടം ചെയ്യുന്ന ഒരു തൊഴിലാളിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ആളുടെ മരണശേഷം ഒരു കുടുംബം അനാഥമാകുന്നില്ല. നമ്മുടെ സ്ഥിതികളൊക്കെ അറിയാമല്ലോ. ഞാൻ അതിലേക്ക് സമയക്കുറവുകൊണ്ട് കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ 900 ശ്രീ ആസിഫിന്റെ നേതൃത്വത്തിലുള്ള നിങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ ഈ കാലഘട്ടം എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള സംഘടനാപരമായി ആസിഫിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് കാഴ്ചവെക്കാൻ കഴിയും. ആ പ്രവർത്തനങ്ങൾ ഓരോന്നായി അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ കാസർഗോഡ് ജില്ല അംഗസംഖ്യ എന്നാൽ പ്രവർത്തന മികവിന്റെ അംഗസംഖ്യയുള്ള ആളുകളെ പിന്നിലാക്കിക്കൊണ്ട് കാഴ്ചവെക്കാൻ കാസർഗോഡ് ജില്ല കമ്മിറ്റി. അങ്ങനെ കാസർഗോഡ് ജില്ലയിലെ ആ ദുരന്തമുണ്ടായി വഴിയാധാരമാക്കില്ല അവരെ പുനരുദ്ധരിക്കും എന്ന പ്രഖ്യാപനം നടത്തിയപ്പോ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച പാടെ ആവേശകരമായ ഒരു തുക നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോ ഓരോ യൂണിറ്റുകളും ഏതു നിലയിലുള്ള നിലപാട് സ്വീകരിക്കാൻ മികച്ച രീതിയിലുള്ള നേതൃത്വപരമായിട്ടുള്ള